ഹലോ ഗൈസ്, എല്ലാവർക്കും കാൽപന്ത് ടോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അബ്ദുള്ള മായിൻ ഫർസീനും പുതിയൊരു പാർട്ടിസിപ്പന്റ് ആയിട്ട് ദത്തു ആണ്. അപ്പൊ ഹായ് ഗൈസ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പോ Thank you, Rohit. ഇന്ന് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ യൂറോ കപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജസ് എത്തി. അപ്പോ ഇവര് രണ്ടുപേരുടെയും ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂല് ഉള്ള ഒരു പ്രഡിക്ഷൻ ആണ് നമ്മൾ ആ ഒരു ബ്രാക്കറ്റ് സ്റ്റേജസിന്റെ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയില്. അപ്പോ നമുക്ക് അധികം വൈകാണ്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ നമ്മൾ ഇന്ന് ഇവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് റൗണ്ട് ഓഫ് 16, അതായത് ഇപ്പോഴത്തെ ഒരു പ്രീ ക്വാർട്ടറിന്റെ ലൈനപ്പ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോ ഇന്ന് മുതൽ മാച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ ഫർസി ഫർസിയുടെ പ്രഡിക്ഷൻസ് എങ്ങനെയാണ്? സ്പെയിന് ജോർജിയ ആര് ജയിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ്? ഓഫ് കോഴ്സ് സ്പെയിൻ തന്നെയാണ്. കാരണം സ്പെയിന്റെ ഈ പ്രാവശ്യത്തെ പെർഫോമൻസ് പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലാണ്. എന്താ പറയാ, ഡോമിനന്റ് പെർഫോമൻസ് ആണ്. അത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ടീം പ്ലേ ആണ് സ്പെയിൻ്റെ. ഒരാൾ മാത്രമല്ല, ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല, 11 ആൾക്കാരും എക്സ്പെക്ടേഷൻ ഒത്ത് കളിക്കുന്നുണ്ട്. അത് ക്ലബ് ലെവൽ അണ്ടർ അച്ചീവ് ചെയ്ത് കുറെ പ്ലേയേഴ്സ് ഈ നാഷണൽ ടീമിൽ നന്നായി കളിക്കുന്നു. അതുകൊണ്ട് സ്പെയിൻ ഈസിയിൽ ജയിക്കും. ജോർജിയ എഴുത്തള്ളാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ യൂറോയിൽ ഏറ്റവും ഈ കൗണ്ടർ അറ്റാക്ക് ഫുട്ബോൾ ഏറ്റവും ബെസ്റ്റ് കളിച്ചത് ജോർജിയാണ്. ബട്ട് സ്പെയിൻ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ഒരുപാട് അധികമാണ്, ഹൈ ആണ് ഗ്രൂപ്പ് സ്റ്റേജസിൽ. അതുകൊണ്ട് അത് മറികടക്കാൻ ജോർജിയക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് മാച്ചസിൽ ഞാൻ സ്പെയിന് സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ജർമ്മനി ഡെൻമാർക്ക്, ഇവരിൽ ആരായിരിക്കും ചാൻസ്? ഓഫ് കോഴ്സ് ജർമ്മനി ഓസ്റ്റ് തന്നെയാണ്. ഓസ്റ്റ് എന്ന രീതിയിൽ 100% നീതി പുലർത്തിയ കളിയാണ് ജർമ്മനി കാഴ്ചവെച്ചത്. ഡെൻമാർക്ക് അണ്ടർ പെർഫോം ചെയ്യുകയാണ്. കാരണം ആ സ്ക്വാഡ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 3 കളി 3 ഡ്രോ ആയ ടീമാണ് ഡെൻമാർക്ക്. അതുകൊണ്ട് ജർമ്മനിക്കെതിരെ തീരെ ചാൻസ് ഇല്ല. അത് സ്പെയിന് ജോർജിയ ഗ്യാപ്പിനേക്കാളും അധികം ഗ്യാപ്പാണ് എനിക്ക് തോന്നുന്നത് ജർമ്മനി ഡെൻമാർക്ക് തമ്മിൽ വരുന്നത്. അതുകൊണ്ട് ജർമ്മനി ഈസിൽ കളി ജയിക്കും. പോർച്ചുഗൽ സ്ലോവേനിയ, ഇവരിൽ ആരായിരിക്കും? ഇത് ലാസ്റ്റ് കളി വെച്ച് പോർച്ചുഗൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് കളി പോർച്ചുഗൽ എനിക്ക് തോന്നുന്ന ചാൻസ് കുറച്ചാണ്. അതുകൊണ്ട് തന്നെ പോർച്ചുഗൽ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ വേൾഡ് കപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യൂറോസിൽ അത്യാവശ്യം കളിക്കുന്നുണ്ട്, ചാൻസസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ സ്ട്രൈക്കറിന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി അധികമാണെന്നല്ലാണ്ട് മൊത്തത്തിൽ ടീമിന് മുമ്പത്തേക്കാൾ ഒരു കെമിസ്ട്രി ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോർച്ചുഗലായിരിക്കും. ഇനി ഈ യൂറോ കപ്പിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് മാച്ചസ് എന്ന് പറയാൻ പറ്റിയത് ഫ്രാൻസ് ബെൽജിയം. ആ ഒരു 2018 വേൾഡ് കപ്പ് സെമി ഫൈനലിന്റെ ഒരു റിപ്പീറ്റേഷൻ, ആരായിരിക്കും ചാൻസ്? ഇതാണ് കുറച്ച് ടഫ്. കാരണം ഫ്രാൻസ് ഈ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ട് ഇതുവരെ എനിക്ക് തോന്നുന്നു കുറച്ച് ടഫ് പ്രഡിക്ഷൻ ആയിരിക്കും. എൻഡ് മാച്ച് ആയിരിക്കും തോന്നുന്നത്. ബെൽജിയമും അത്യാവശ്യം, ബെൽജിയം ഒന്നാമത് ഈ ടൂർണമെന്റ് ബെൽജിയത്തിന് ഹോപ്പ് ഉണ്ട്. കാരണം ഗോൾഡൻ ജനറേഷന്റെ അവസാനിച്ച് തന്നെ പറയാം, ട്രാൻസിഷൻ പീരീഡ് ആണ് പുതിയ ജനറേഷനിലേക്കുള്ള. അപ്പോ ഈ ഫ്രാൻസ് പ്രതീക്ഷക്കൊത്ത് കളിക്കാതെ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 50-50 എന്ന് പറയാൻ പറ്റില്ല, 60-40 ആ ലെവൽ പോകും. ടഫ് വൺ ആണ്. ബട്ട് സ്റ്റിൽ ഐ ആം ഗോയിങ് ഫോർ ഫ്രാൻസ് ആയിരിക്കും. അടുത്തത് റൊമാനിയ നെതർലാൻഡ്സ്, ഇതില് എങ്ങനെയായിരിക്കും ചാൻസ്? റൊമാനിയ റീസെന്റ് യൂറോയില് ഹെവി ആയിട്ട് പെർഫോം ചെയ്യുന്ന ടീമാണ്. നെതർലാൻഡ്സ് അവരുടെ 2 കീ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഫ്രെങ്കി ഡി യോങ്ങിന്റെയും മാർക്ക് റൂണും പോയതുകൊണ്ട് അവർക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവും മിഡ്ഫീൽഡിലേക്ക്. പക്ഷെ എങ്ങനെ ഈ മാച്ചിനെ ജഡ്ജ് ചെയ്യുന്നുണ്ട് ഫർദി? എനിക്ക് തോന്നുന്നത് നെതർലാൻഡ്സ് ഈ മാച്ച് അത്ര ഈസി ആയിരിക്കില്ല. കാരണം നല്ല സ്കോർ ചെയ്ത ടീമാണ് റൊമാനിയ ഗ്രൂപ്പ് സ്റ്റേജ് തന്നെ. പിന്നെ നെതർലാൻഡ്സിനെ റോഹിത് പറഞ്ഞ പോലെ മിഡ്ഫീൽഡ് വീക്ക് ആണ് പ്രാവശ്യം. മിഡ്ഫീൽഡിൽ ആർക്കും കൺസിസ്റ്റന്റ് കളിക്കാൻ പറ്റുന്നില്ല. മിഡ്ഫീൽഡ് ഇൻ സെൻസ് സെന്റർ ഓഫ് ദ പാർക്ക്, അപ്പുറത്തെ റോളിൽ 2 പേര് കളിക്കുന്നുണ്ട്. അവിടെ ആർക്കും ഒരു പൊസിഷൻ സിമെന്റ് ചെയ്യാൻ പറ്റി. കാരണം റെഗുലർ പ്ലേയേഴ്സ് ഡിറൂണ്
കൂപ്പ് മൈനസ് ഡിയോങ് ഇവരൊക്കെ ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ അധികം പുതിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലേയേഴ്സ് ആണ് നാഷണൽ ലെവലിൽ. അതുകൊണ്ട് തന്നെ മറ്റേ കൗണ്ടർ അറ്റാക്സും ഒക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുന്നുണ്ട്. മറ്റേ ഷീൽഡ് ചെയ്യാൻ പറ്റുന്നില്ല ബോൾസ് ഒന്നും, കൗണ്ടർ ബോൾസ് ഒന്നും. പിന്നെ ആകെ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്നവർക്ക് ഈ ടൂർണമെന്റിൽ അറ്റാക്കിംഗ് ആണ്. ഷാവി സിമൺസും യാക്കോവും മാത്രമാണ്. ഡിഫൻസും വൾണറബിൾ ആയി കാണുന്നുണ്ട്. ഡിബ്രൈ വാൻഡേക്ക് കെമിസ്ട്രി വർക്ക് ആവുന്നില്ല. എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലം മുതൽ ഡിലീറ്റ് നിർത്തുന്നതായിരിക്കും നല്ലത് വാൻഡേക്കിന്. അപ്പോൾ സ്റ്റിൽ ഈ മാച്ച് ഞാൻ നെതർലാൻഡ് റൂട്ട് ചെയ്യും, കാരണം സ്ക്വാഡ് ബെറ്റർ ആണ്. അപ്പൊ അവിടെ നെതർലാൻഡ്സ് ആയി. അടുത്തത് ആ ഒരു ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോ കപ്പിലെ രണ്ട് അണ്ടർഡോഗ്സ് തന്നെ പറയാം, ഓവർ പെർഫോം ചെയ്ത രണ്ട് ടീമുകൾ എന്ന് പറയാം, ഓസ്ട്രിയ ആൻഡ് ടർക്കി. ഈ ഒരു മാച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ച് ആയിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. രണ്ടും ഹെവിലി നമ്മൾ ഫാൻസിന് എക്സൈറ്റ് ചെയ്യുന്ന ഒരു മാച്ചാണ്. അപ്പോ എന്തായിരിക്കും ഈ മാച്ചിന്റെ ഒരു ഔട്ട്കം ഫസി? ഈ മാച്ചിൽ ഓഫ് കോഴ്സ് രണ്ട് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയാം, രണ്ട് ഓവർ അച്ചീവ് ചെയ്ത ടീംസ് ആണ്. ഓസ്ട്രിയയുടെ ഭാഗത്ത് ഓസ്ട്രിയ എനിക്ക് തോന്നുന്നത് സ്പെയിന് ജർമ്മനി കഴിഞ്ഞ ഏറ്റവും നല്ല ഫുട്ബോൾ കളിച്ചത് ഓസ്ട്രിയ ആണ് ഈ യൂറോയില്. അതുകൊണ്ട് തന്നെ സത്യം. ഓസ്ട്രിയ ഡോമിനേറ്റ് ചെയ്യും കളി. പക്ഷെ തുർക്കി എനിക്ക് തോന്നുന്ന ഈ ഗ്യൂളർ എൽഡീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കൗണ്ടേഴ്സും നല്ല ട്രാൻസിഷൻ അറ്റാക്സ് ഒക്കെ വരും. ബട്ട് സ്റ്റിൽ ഓസ്ട്രിയയുടെ പെർഫോമൻസ് ടോപ്പ് ക്ലാസ് ടീമിന്റെ ആ ലെവലിൽ വരുന്നത് കൊണ്ട് തന്നെ ഓസ്ട്രിയ ഇരിക്കുന്നത്. ഓസ്ട്രിയ ഡോമിനേറ്റ് ചെയ്യും കളി, ഓസ്ട്രിയ തന്നെ. അടുത്തത് ഫർസിന്റെ ഫേവറേറ്റ് ടീമായിട്ടുള്ള ഇംഗ്ലണ്ട്, അണ്ടർ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ടീമായിട്ടുള്ള ഇംഗ്ലണ്ട് വേഴ്സസ് സ്ലോവാക്കിയ. എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു? അറിയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞ ഇംഗ്ലണ്ട് ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഈ കളി തോറ്റ് പുറത്താണെന്നാണ്. ഇതേപോലെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതെ കളിക്കുകയാണെങ്കിൽ ഒരു സ്റ്റൈൽ ഇല്ലാതെ ഒരു അന്തവും കുന്തും ഇല്ലാതെ കളിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് പുറത്താണെന്നാണ് എന്റെ ആഗ്രഹം. കാരണം കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് എന്തായാലും എങ്ങനെയാണെങ്കിലും പ്ലേയേഴ്സിന് അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് മാറ്റം വരുത്താണെങ്കിൽ കോബി മൈനോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ ന്യൂസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് ചാൻസ് ഉണ്ട്. പിന്നെ ഗോർഡനൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നത് പ്ലേയേഴ്സിന് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വെച്ചിട്ട് ജയിക്കുന്നു തന്നെയാണ് ഇംഗ്ലണ്ട്. ക്വാർട്ടർ വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ മാച്ച് ജയിക്കാനാണ് ചാൻസ്. ഓക്കെ. അടുത്തത് ഇറ്റലി വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്, രണ്ട് പവർ ഹൗസ് ടീംസ്. ഈ ഒരു ടീമുകൾ തമ്മിലുള്ള മാച്ച് എന്റെ അഭിപ്രായത്തിൽ ഓസ്ട്രിയ ടർക്കി കഴിഞ്ഞാൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ആവാൻ ചാൻസ് ഉള്ളത് സ്വിറ്റ്സർലാൻഡ് ഇറ്റലിയാണ്. എങ്ങനെ വിലയിരുത്തുന്നു? ഇതതുപോലെ ബെൽജിയം, ഫ്രാൻസ്, ഓസ്ട്രിയ, ടർക്കി പോലുള്ള തന്നെ ഏറ്റവും എന്താ പറയുക രണ്ട് ബാലൻസ്. സ്വിറ്റ്സർലാൻഡ് എനിക്ക് തോന്നി ഇപ്പോ ഇറ്റലി അതേപോലെ അതേ ലെവലിലുള്ള സ്ക്വാഡ് സ്വിറ്റ്സർലാൻഡിന് ഇപ്പൊ ഉണ്ട്. അതെ, കാരണം സ്വിറ്റ്സർലാൻഡ് ഇറ്റലിയേക്കാൾ ബെറ്റർ ഫുട്ബോൾ ആണ് കളിച്ചത്. അതുകൊണ്ട് ഇത് ടഫ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ ടൈം പെനാൽറ്റി ആ ലെവലിലേക്ക് പോകാൻ കളി. എന്നാലും സർപ്രൈസ് ആണ് സാധനം. എന്താ പറയാ, അൺഎക്സ്പെക്ടഡ് പ്രൊഡിക്ഷൻ ആണ്. ഞാൻ സ്വിറ്റ്സർലാൻഡ് റൂട്ട് ചെയ്യുന്നത്. ഇറ്റലി പുറത്താവുന്നതാണ് റൗണ്ട് ഓഫ് 16. വൗ. അപ്പോ ഫസ്റ്റിന്റെ പ്രഡിക്ഷൻ പ്രകാരം സ്പെയിന് ജർമ്മനി ക്വാർട്ടർ ഫൈനല്, പോർച്ചുഗൽ ഫ്രാൻസ് ക്വാർട്ടർ ഫൈനല്, നെതർലാൻഡ്സ് ഓസ്ട്രിയ, ഇംഗ്ലണ്ട് ആൻഡ് സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെയാണ് ക്വാർട്ടർ ഫൈനൽസ് വരുന്നത്. അപ്പോ നമ്മുടെ ഈ വീഡിയോയിലേക്ക് പുതിയൊരു ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ദത്തിന്റെ മാച്ച് പ്രഡിക്ഷൻസും ഇതൊക്കെ എങ്ങനെയായിരിക്കും? റൗണ്ട് ഓഫ് 16 തന്നെ എങ്ങനെയായിരിക്കും? സ്പെയിൻ വേഴ്സസ് ജോർജിയ എങ്ങനെ വിലയിരുത്തുന്നു ദത്തൻ? അതില് ഡോമിനന്റ് ടീം സ്പെയിൻ ആണെങ്കിലും സ്പെയിനിന് കുറച്ച് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാല് ജോർജിയന്റെ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളിൽ ഇവരെ സ്പെയിനിന്റെ സെന്റർ ബാക്സിന് കുറച്ച് കഷ്ടപ്പാടാവും. ഈവൻ ദോ റോഡ്രി അവിടെ കയറി സപ്പോർട്ട് ചെയ്യുമെങ്കിലും രണ്ട് പേസി അറ്റാക്കേഴ്സ് ആണ്. ഈ കവററ്റ്സ്കേലി ആയാലും മിക്കഡൗഡേഴ്സി ആയാലും രണ്ടാളും ക്വിക്ക് കൗണ്ടേഴ്സിന്റെ. അത് ഇവർക്ക് കുറച്ച് പണിയാവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ എങ്ങനെ പോയാലും സ്പെയിൻ തന്നെയാണ് ഫേവറേറ്റ്സ് ആ ഗെയിമില്. ഓക്കെ. അടുത്ത മാച്ച് ആയിട്ടുള്ള ജർമ്മനി വേഴ്സസ് ഡെൻമാർക്ക് എങ്ങനെ വിലയിരുത്തുന്നു? ജർമ്മനി ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ ഡെൻമാർക്ക് ഒരു അണ്ടർ പെർഫോമിംഗ് ഗ്രൂപ്പാണ് അവരെ മൊത്തമായിട്ടുണ്ടായിന്. ഇംഗ്ലണ്ട് ആയാലും ഡെൻമാർക്ക് ആയാലും ഒക്കെ. അതില് ജർമ്മനി തന്നെ വിത്തൗട്ട് എ ഡൗട്ട് അവർ കയറിപ്പോകും.
പോർച്ചുഗൽ വേഴ്സസ് സ്ലൊവേനിയ എങ്ങനെ വിലയിരുത്തുന്നു? പോർച്ചുഗലിന്റെ സ്ക്വാഡിന്റെ കേപ്പബിലിറ്റി വെച്ചിട്ട് അവർ ഈസിലി കയറി പോവും. കാരണം ലാസ്റ്റ് മാച്ച് അവർക്ക് റെസ്റ്റ് ആണല്ലോ, മെയിൻ പ്ലേയേഴ്സ് ഒക്കെ അധികം റെസ്റ്റ് ആണ്. ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ പോർച്ചുഗൽ എങ്ങനെ വല്ല ജയിക്കും. സ്ലോവേനിയ വലിയ രീതിക്ക് കോമ്പറ്റീഷൻ കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല ആ മാച്ച്. ഓക്കെ, ഏറ്റവും ടഫസ്റ്റ് ആൻഡ് ബോൾഡ് പ്രഡിക്ഷൻ മേ ബി വന്നേക്കാവുന്ന ഒരു മാച്ച് ഫ്രാൻസ് വേഴ്സസ് ബെൽജിയം. എന്തായിരിക്കും അവസ്ഥ? സ്ക്വാഡ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് അണ്ടർ പെർഫോമിംഗ് ടീംസ്. ഈ ഫ്രാൻസ് ശരിക്കും പറഞ്ഞാൽ വളരെ ഡിസപ്പോയിന്റഡ് ആയി അവരെ ഗെയിം പ്ലേ വെച്ച് നോക്കുമ്പോൾ. അവർ ഇതിലും ബെറ്റർ ആയിട്ട് കളിക്കേണ്ട ഒരു ടീമാണെങ്കിലും അതിന്റെ ഒരു 10 പൈസയ്ക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷെ എങ്ങനെ അതെ, പോയാലും സത്യം. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വെച്ചിട്ട് ഫ്രാൻസ് തന്നെ ജയിച്ചു പോകും. കാരണം ബെൽജിയം കുറെ ടീംമേറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിംഗില്ലാത്ത പോലെ. റൊമാനിയ വേഴ്സസ് നെതർലാൻഡ്സ് ഒരു ഓവർ പെർഫോം ചെയ്യുന്ന ഒരു ടീമും അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി അത്ര ഒരു എക്സ്പെക്ടേഷൻ ഒത്തിട്ടുള്ള കളി കളിക്കാത്ത ഒരു ടീമായിട്ടുള്ള നെതർലാൻഡ്സും. എങ്ങനെയായിരിക്കും മാച്ച് ഔട്ട്കം? ഇന്നലെ വാൻഡൈക്ക് വരെ പറഞ്ഞ് അവർക്ക് ഈസി സ്പോട്ടല്ല, അതിൽ ഏറ്റവും ലെവൽ താഴ്ന്നു നടക്കുന്ന നെതർലാൻഡ്സ് ആണ്. ഒരു സർപ്രൈസിങ് പോലെ മേ ബി ഇതൊരു പെനാൽറ്റി വരെ പോയിട്ട് നെതർലാൻഡ്സ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ് ജയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നെതർലാൻഡ്സിന്റെ സ്ക്വാഡ് വെച്ചിട്ട് അവർക്ക് മിഡ്ഫീൽഡിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡയോങ് മാത്രമല്ല, കൂപ്പർ മെയിൻസ് പോയതാണ് അവർക്ക് ഏറ്റവും വലിയ പണി കിട്ടിയത്. അവർക്ക് ടെമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മിഡ്ഫീൽഡിലെ സ്പേസ് വെച്ചിട്ട് ഓപ്പൺസ് ഒക്കെ കയറി പോവുകയാണ്. ആ ഒരു സെൻസിൽ റൊമാനിയ നല്ല കളി കളിക്കും, പക്ഷെ ബാക്കി എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അപ്പൊ നെതർലാൻഡ്സ് തന്നെ അവിടെ. യെസ്. ഓസ്ട്രിയ വേഴ്സസ് ടർക്കി, ദ മോസ്റ്റ് എക്സൈറ്റിംഗ് മാച്ച് ഇൻ യൂറോ കപ്പ് റൗണ്ട് ഓഫ് 16. എങ്ങനെ വിലയിരുത്തുന്നു? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മാച്ച്. കാരണം രണ്ട് അണ്ടർ ഡോഗ്സിന്റെ ഒരു മാച്ചാണ്. ആരും വിചാരിച്ചില്ല ഓസ്ട്രിയ ഇത്ര കിട്ടലും കളിയാവുന്നു. പിന്നെ ടർക്കി അവരെ ഗ്രൂപ്പിൽ വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗലിനോട് അവർ വളരെ ശോകം കളിയായി, അണ്ടർ പെർഫോമിങ് ആയിരുന്നു ആ കളി. വിചാരിച്ച അത്ര പെർഫോമൻസ് ഒന്നും വന്നില്ല, ഒരു ബ്ലണ്ടർ വന്നു. ഇനി പ്രഷറിന്റെ പേരിൽ വരുന്ന മിസ്റ്റേക്സ് ആണോന്ന് അറിയില്ല, ബട്ട് അപ്പർ ഹാൻഡ് ഓസ്ട്രേലിയക്കാണുള്ളത്. കാരണം റാഗ്നിക്കിന്റെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ ഈ ഒരു ടൈമിലാണ്, ഈ യൂറോസിലാണ് കാണുന്നത്. കുറെ പേര് അയാളെ വിലയിരുത്തിയില്ലെങ്കിലും സർപ്രൈസ് ചെയ്തു. ഇംഗ്ലണ്ട് വേഴ്സസ് സ്ലോവാക്യ, ഒരു സ്ലീപ്പിംഗ് ജയന്റ് വേഴ്സസ് അത്യാവശ്യം നന്നായിട്ട് ഈ ടൂർണമെന്റിൽ കളിച്ചിട്ടുള്ള ഒരു ടീം സ്ലോവാക്യ. എങ്ങനെ വിലയിരുത്തുന്നു? ഇംഗ്ലണ്ട് മിഡ്ഫീൽഡിൽ ചേഞ്ചസ് വരുത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സ്ലോവാക്യൊക്കെ കുറച്ചുകൂടെ സെൻട്രലിൽ കളിക്കുന്നതാണ്. ഇംഗ്ലണ്ടിന്റെ സെൻട്രലിൽ നോക്കുകയാണെങ്കിൽ ഫുൾ പിച്ച് അവിടെ ഒഴിച്ചു വിട്ട പോലെ. അപ്പം ഇംഗ്ലണ്ടിന്റെ ഒരു സ്ക്വാഡിന്റെ എബിലിറ്റി വെച്ച് അവർ കയറി പോകും. എന്നാൽ പോലും ടഫ് ഗെയിം ആയിരിക്കും ഇംഗ്ലണ്ടിന്. സ്റ്റിൽ അപ്പർ ഹാൻഡ് ഇംഗ്ലണ്ടിന് തന്നെയാണോ പ്രഡിക്റ്റ് ചെയ്യുന്നത്? ഇംഗ്ലണ്ടിനാണ് സ്ക്വാഡ് വൈസ് വെച്ചിട്ട്. സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ഇറ്റലി, ഒരു പവർ പാക്ഡ് മാച്ച് ആയിട്ടുള്ള, ലിറ്ററലി എന്റെ അഭിപ്രായത്തില് ബെസ്റ്റ് മാച്ച് ഓസ്ട്രിയ വേഴ്സസ് ടർക്കി ആണെങ്കിലും എന്റർടൈനിങ് ആയിരിക്കാൻ ചാൻസ് ഉള്ള ഒരു മാച്ചാണ് സ്വിസ് വേഴ്സസ് ഇറ്റലി. എങ്ങനെ വിലയിരുത്തുന്നു ഔട്ട്കം? യൂറോസിലെ ഫസ്റ്റ് മാച്ചാണ്, ഇന്ന് രാത്രി വരുന്ന ഒരു മാച്ച് ആയതുകൊണ്ടും ഞാൻ റൂട്ട് ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിനാണ്. കാരണം സ്വിറ്റ്സർലൻഡ് കിടിലം കളിയാണ്. ഇറ്റലി ആണെങ്കിൽ ഓൺ ദി അതർ സൈഡ് കുറച്ചുകൂടെ ഡിഫൻസീവിലായിട്ട് സ്റ്റേ ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ എങ്ങനെയെങ്കിലും ജയിച്ചു പോകുന്ന രീതിക്കാണ്. പക്ഷെ സ്വിറ്റ്സർലൻഡ് ആണ് അതിൽ ബെറ്റർ ടീമായിട്ടുള്ളത്. അപ്പോ ദത്തിന്റെ പ്രൊഡിക്ഷൻ പ്രകാരം എഗെയിൻ ഫർദി പറഞ്ഞ പോലെ സ്പെയിൻ വേഴ്സസ് ജർമ്മനി ക്വാർട്ടർ ഫൈനൽ, പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ്, നെതർലാൻഡ്സ് വേഴ്സസ് ഓസ്ട്രിയ, ഇംഗ്ലണ്ട് വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ ഈ പറഞ്ഞ ടീമുകളൊക്കെ കേറോ ഇല്ലയോ എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയാം. അപ്പോ ബീങ് എ ഹോസ്റ്റ്, ഇനി ഞാൻ എന്റെ പേഴ്സണൽ POVയിൽ കാണുന്ന ഒരു പ്രൊഡിക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പെയിൻ വേഴ്സസ് ജോർജിയ, ഓഫ്കോഴ്സ് സ്പെയിന് ജോർജിയനെ ത്രാഷ് ചെയ്ത് വിടും എന്റെ അഭിപ്രായത്തില്. ലൈക്ക് ജോർജിയ കൗണ്ടർ അറ്റാക്കിങ്ങും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ആ ഒരു ഡെപ്ത്, ആ ഒരു ഫീൽഡ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിൽ അവർ കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ട്. നമ്മള്
നാട്ടിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ഒരു കളിയാണ് അവർ കളിക്കുന്നത്. ബോൾ കിട്ടുക, ക്വിക്കായിട്ട് കൗണ്ടർ ചെയ്യുക, ഒപ്പോണന്റിനെ വർത്തിക്കാൻ നോക്കുക. പക്ഷെ സ്പെയിൻ അവിടെ എന്തായാലും ഡോമിനേറ്റ് ചെയ്ത് ക്രാഷ് ചെയ്ത് വിടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 3-0 അല്ലെങ്കിൽ ഒരു 3-1 ഒക്കെ ഉള്ള ഒരു സ്കോർ കാർഡിൽ. സോ ഐ റൂട്ട് ഫോർ സ്പെയിൻ. ജർമ്മനി വേഴ്സസ് ഡെൻമാർക്ക്, യാ ഷുവർലി അഗൈൻ ജർമ്മനി ഡെൻമാർക്കിനെ ത്രാഷ് ചെയ്ത് വിടാനുള്ള ഒരു ചാൻസ് ആണ് ഞാൻ കാണുന്നത്. ലൈക്ക് ഒരു 5-0 ഒക്കെ ഈ റൗണ്ട് ഓഫ് 16 തന്നെ ഒരു ബിഗ്ഗസ്റ്റ് സ്കോർ വരാൻ പോകുന്ന ഒരു മാച്ച് ഇതിലായിരിക്കും. ജർമ്മനീന്റെ ആ ഒരു ഗോൾ സ്കോറിംഗ് എബിലിറ്റി താരതമ്യേന കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇവര് ഷോട്ട്സ് ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ്, മിഡ്ഫീൽഡിൽ നിന്ന് തന്നെ ഷോട്ട്സും ഇതൊക്കെ വന്ന് അവർ തന്നെ ഗോൾ സ്കോറിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലേയേഴ്സ് ആയതുകൊണ്ടാണ്. മ്യൂസിയാല, വേർഡ്സ് ഇവരൊക്കെ. അപ്പൊ യാ അഗെയിൻ ജർമ്മനി. പോർച്ചുഗൽ വേഴ്സസ് സ്ലൊവേനിയ. ഇവിടെ പോർച്ചുഗൽ കുറച്ചായിട്ട് ഈ യൂറോയില് പറഞ്ഞ പോലെ തന്നെ അവര് യൂറോയില് ബെറ്റർ ആയി കളിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അവരുടെ ഒരു സ്ക്വാഡ് ഡെപ്ത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവര് ഭയങ്കര അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ്. എഗെയിൻ സ്റ്റിൽ ആ ഒരു സ്ക്വാഡിന്റെ ആ ഒരു സ്റ്റാർ ലെവൽ വെച്ചിട്ട് ഐ റൂട്ട് ഫോർ പോർച്ചുഗൽ ഹിയർ. ഫ്രാൻസ് വേഴ്സസ് ബെൽജിയം. ഇവിടെയാണ് എന്റെ ഒരു ചേഞ്ച് വരുന്നത്. ഫ്രാൻസ് അണ്ടർ പെർഫോം ചെയ്യുന്നതുകൊണ്ടും ബെൽജിയം ആ ഒരു ബിഗ് ടൂർണമെന്റിലുള്ള ഒരു റിവെഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഐ ഹോപ്പ് സോ. ആ ഒരു ഇതില് ബെൽജിയം കയറാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ ഐ റൂട്ട് ഫോർ ബെൽജിയം ഹിയർ. ആൻഡ് യാ നെക്സ്റ്റ് വൺ റൊമാനിയ വേഴ്സസ് നെതർലാൻഡ്സ്. ഇവിടെ ഞാൻ നെതർലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം മേ ബി അവരെനിക്ക് അത്ര അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല സോ ഫാർ. സ്ക്വാഡ് ഡെപ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ റൊമാനിയനെക്കാളും ഫാർ സുപ്പീരിയർ ആണ്. ബട്ട് സ്റ്റിൽ അവിടെ റൊമാനിയന്റെ ഒരു ഡിറ്റർമിനേഷനും ഇതൊക്കെ വെച്ചിട്ട് ഐ റൂട്ട് ഫോർ റൊമാനിയ. പിന്നെ ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ഐ ബിലീവ് റൊമാനിയ പ്ലേസ് ബെറ്റർ ഫുട്ബോൾ ദാൻ നെതർലാൻഡ്സ്. പിന്നെ ഓസ്ട്രിയ വേഴ്സസ് ടർക്കി. ഇവിടെ ഒരു ഡൗട്ടും ഇല്ല, എന്റർടൈനിങ് ആയിട്ടുള്ള മാച്ച് ആണെങ്കിൽ കൂടിയും ഓസ്ട്രിയക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ കളിക്കുന്ന റാഗ്നിക്കിന്റെ ഈ യൂറോയില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജർമ്മനി സ്പെയിന് കഴിഞ്ഞാല് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ടീമാണ് ഓസ്ട്രിയ. ലിറ്ററലി അവർ ആ ഒരു ഗ്രൂപ്പ് ടോപ്പറായി എന്ന് തന്നെ പറയാം. അത്രയും അടിപൊളി ഗ്രൂപ്പിൽ നെതർലാൻഡ്സ്, ഫ്രാൻസ് ഇവരൊക്കെയുള്ള ഒരു ഗ്രൂപ്പിൽ അവർ ഗ്രൂപ്പ് ടോപ്പറായി എന്ന് തന്നെ പറയാം. അത്രയും അടിപൊളി കളി കാഴ്ചവെച്ചുകൊണ്ടാണ് അവര് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. സോ ഐ റൂട്ട് ഫോർ ഓസ്ട്രിയ ഹിയർ. ഇംഗ്ലണ്ട് സ്ലോവാക്യ. നോ ഡൗട്ട് ഇംഗ്ലണ്ട് എന്റെ അഭിപ്രായത്തില് സൗത്ത് ഗേറ്റിന്റെ ഒരു മാസ്റ്റർ ക്ലാസ്സിൽ ഇംഗ്ലണ്ട് സ്ലോവാക്യനെ ഔട്ട് റഷ് ചെയ്തിട്ട് അവരെങ്ങനെയായാലും ഒരു 3-0 4-0 ജയിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ആ ഒരു സ്ക്വാഡ് ഡെപ്തിന്റെയും ആ ഒരു ഇതിന്റെയും ബേസിസിലാണ് ഞാൻ പറയുന്നത്. അതിച്ചിരി കൂടുതലല്ല 4-0. ബട്ട് സ്റ്റിൽ കൂടുതൽ ഇംഗ്ലണ്ടിനെ എല്ലാരും ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണ് ഇംഗ്ലണ്ട്. 4-0 ഐ ഗസ് 4-0 3-0 എങ്ങനെയായാലും ഉണ്ടാവും ആ മാച്ചിൽ. എന്റെ പറ്റും അതുപോലെ മാക്സിമം ഇംഗ്ലണ്ട് ഇതുവരെ രണ്ടിൽ കൂടുതൽ ഗോൾ അടിച്ചിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നത്. ഐ ഗസ് ഈ മാച്ചിൽ അതിനുള്ള എല്ലാവർക്കും തിരിച്ചുള്ള ഒരു മറുപടി ആയിരിക്കും സൗത്ത് ഗേറ്റിന്റെ വക. അടുത്ത മാച്ച് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ഇറ്റലി. ഇവിടെ എല്ലാരും സ്വിറ്റ്സർലാൻഡ് കയറും എന്നാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഐ ഗസ് ഇറ്റലിക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ് റഷ്, ഒരു അഡ്രിനാലിൻ റഷ് കഴിഞ്ഞിട്ട് അവര് എങ്ങനെയായാലും സ്വിറ്റ്സർലാൻഡ് ഇപ്പോ 1-0 ലീഡിംഗ് ആണ് കൂടിയും ഇറ്റലി അവിടെ കംബാക്ക് അടിച്ച് ജയിക്കും. ഓർ ഇറ്റലി ഡോമിനേറ്റ് ചെയ്ത് കളിക്കും. അവർക്ക് രണ്ടു തരത്തിലും കളിക്കാൻ പറ്റിയ ഒരു സ്ക്വാഡുള്ള ഒരു ടീമാണ് ഇറ്റലി. സ്ലോ ഡൗൺ ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് കളിക്കാം, അല്ലെങ്കിൽ ക്വിക്ക് കൗണ്ടേഴ്സ് വെച്ചിട്ട് അങ്ങനെയും കളിക്കാം. അതിന് പറ്റിയ പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമാണ് ഇറ്റലി. So I root for Italy here. So this is my quarterfinal lineup: Spain versus Germany, Portugal versus Belgium, Romania versus Austria, and England versus Italy. ഇതാണ് എന്റെ അഭിപ്രായത്തിൽ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. ആൻഡ് ഇതില് എക്സൈറ്റിംഗ് മാച്ചസ് തന്നെ വരുന്നതാണ് എന്റെ വിശ്വാസം. അപ്പോ നമ്മുടെ ഫർദീന്റെയും ദത്തിന്റെയും ആസ് എ ഹോസ്റ്റ് എന്റെയും പ്രൊഡിക്ഷൻസ് ഒക്കെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. റൗണ്ട് ഓഫ് 16 പ്രൊഡിക്ഷൻസ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു, ആരൊക്കെ ക്വാളിഫൈ ചെയ്യും എന്നൊക്കെ. അപ്പോ എന്തായാലും ഈ ഒരു റൗണ്ട് ഓഫ് 16 വളരെ എന്റർടൈനിങ് ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ടീംസ് ആയാലും അണ്ടർഡോഗ്സ് ആയാലും നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ, പ്ലേയേഴ്സ് ഒക്കെ അവരുടെ ഒരു പൊട്ടൻഷ്യലിനൊത്ത് കളിക്കാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കാം. നമുക്ക് ക്വാർട്ടർ ഫൈനൽസ് ഒക്കെ ആരുടെ പ്രൊഡിക്ഷൻ ആയിരിക്കും കറക്റ്റ് ആവുക എന്ന് നോക്കാം. സോ യാ ഇറ്റ്സ് ബൈ.